ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇതേപോലത്തെ ഒരു ക്യൂട്ട് ലിറ്റിൽ ഹാർട്ട്സ് ഹെയർ ബോ ആണ് നമ്മൾ ക്രോഷേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയല്ലേ? നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ളൊരു യാൺ എടുക്കുക. അതിനുശേഷം ഇതേപോലെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മാച്ചിങ് കളറായിട്ടുള്ള വൈറ്റ് ആൻഡ് പിങ്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മാച്ചിങ് കളർ എടുക്കുക. എന്നിട്ട് ഒരു 3mm ക്രോഷേ ഹുക്ക് റെഡിയാക്കി വെക്കുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ചെയിൻ എത്രയാണെന്നും അതേപോലെ എന്തൊക്കെ സ്റ്റിച്ചസ് ആണെന്നും ഉള്ളത്. അപ്പോൾ അത് നോക്കി നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു 5 ചെയിൻസ് എടുക്കുക. ഇതേപോലെ ഒരു 5 ചെയിൻസ് എടുക്കണം. പിന്നെ ഈ 5 ചെയിൻസ് എടുത്തതിന് ശേഷം നമ്മളൊരു 3 ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്യാൻ പോകുന്നത്. ട്രിപ്പിൾ ക്രോഷേ അല്ലെങ്കിൽ ട്രിപ്പിൾ ക്രോഷേ എന്നൊക്കെ നമ്മൾ പറയും. അതായത് 2 തവണ നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് നമ്മുടെ മൂന്നാമത്തെ ചെയിൻ, അതായത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്തു നിന്ന് മൂന്നാമത്തെ ചെയിൻ എണ്ണി വെക്കുക. അതിലേക്ക് നമുക്ക് ആദ്യത്തെ ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. അപ്പം ആ 3 ട്രിപ്പിൾ ക്രോഷേ കൂടാതെ ഒരു ചെയിൻ 3 അതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റിൽ നമുക്കൊരു ചെയിൻ 3 വരും. അപ്പോൾ അതിൻ്റെ കൂടാതെ നമ്മളൊരു 3 ട്രിപ്പിൾ ക്രോഷേയും കൂടെ ചെയ്യണം. അപ്പോൾ ടോട്ടൽ നമുക്ക് 4 ട്രിപ്പിൾ ക്രോഷേയുടെ ഒരു ഇഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഒരേ സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതായത് മൂന്നാമത്തെ സ്റ്റിച്ചിലാണ് നമ്മളിത് ചെയ്യുന്നത്. കണ്ടില്ലേ ഇതേപോലെ. അപ്പോൾ ഇങ്ങനെ 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഒരു 2 സ്റ്റിച്ചസ് ബാക്കിയായിട്ടുണ്ട് നമ്മുടെ ആ ലൈനിൽ. അപ്പോൾ അതിനകത്ത് എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ട്രിപ്പിൾ ക്രോഷേ ഒക്കെ അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ ഞാൻ ബേസിക് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാൻ മറക്കരുത്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒരു തവണ യാൺ ഓവർ ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്യണം അടുത്ത സ്റ്റിച്ചിൽ. ഓക്കെ, ഞാൻ പറഞ്ഞു 2 സ്റ്റിച്ച് ബാക്കിയുണ്ടെന്ന്. അപ്പോൾ ആ സ്റ്റിച്ചിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി ആ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷേയും കൂടെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. തെറ്റിപ്പോകരുത്. ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ. അപ്പോൾ നമ്മൾക്കാകെ ഈ 3 സ്റ്റിച്ചസേ ഉള്ളൂ. അതായത് 3 സ്റ്റിച്ചിലേക്ക് നമ്മൾ ചെയ്തു. ഇനി പിക്കോട്ട് സ്റ്റിച്ച് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അതായത് ഒരു ചെയിൻ 1 എടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ 2 സിംഗിൾ ക്രോഷേ ചെയ്തില്ല, അതിന് മുകളിൽ കാണുന്ന ഇതേപോലത്തെ ആ 2 ലൂപ്പിൻ്റെ അടിയിൽ കൂടി ഈ നൂലിങ്ങനെ വലിച്ചെടുക്കുക. അതിനുശേഷം അത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. നമ്മുടെ ഹുക്കിൻ്റെ മുകളിലുള്ള ആ ഒരു ലൂപ്പിനകത്തൂടെ വലിച്ചെടുക്കണം. അതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാണ് പിക്കോട്ട് സ്റ്റിച്ച് എന്ന്. അതായത് നമ്മുടെ ഒരു ഷാർപ്പ് എൻഡ്, അതായത് ഒരു കോർണർ താഴോട്ടൊരു ടെയിൽ പോലെ ഹാർട്ടിൻ്റെ താഴത്തെ മൂലയുണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ട്, ആ കോർണർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിക്കോട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇനി നമ്മൾ ആദ്യം കാണുന്ന ആ ഒരു ഹോളിലേക്ക്, അതായത് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്ത ആ ഒരു ഹോളിലേക്ക് നമ്മൾ വീണ്ടും 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. അതായത് ഈ സെയിം പാറ്റേൺ റൈറ്റ് സൈഡിൽ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാലേ ഹാർട്ട് ഷേപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്ത ആ സെയിം സ്റ്റിച്ച് തന്നെ ഓപ്പോസിറ്റ് ഓർഡറിൽ നമ്മൾ ചെയ്യണം. അപ്പം ലാസ്റ്റിലത്തെ സിംഗിൾ ക്രോഷേ ചെയ്തെടുത്ത് ഓപ്പോസിറ്റ് സൈഡിൽ 2 സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ആദ്യം ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തത് ആദ്യം ഒരു ഡബിൾ ക്രോഷേ ചെയ്തിട്ട് പിന്നെ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇവിടെ ചെയ്യുമ്പോൾ തിരിച്ച് ചെയ്യുക. അതായത് ആദ്യം ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു, സെയിം സ്റ്റിച്ചിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷേയും ചെയ്യാൻ പോവുകയാണ്. ഇതേപോലെ. ഓക്കെ, ഇപ്പോൾ ഡബിൾ ക്രോഷയും സിംഗിൾ ക്രോഷയും ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് അറിയാൻ മേലാത്തവർ ബേസിക് സ്റ്റിച്ച് കാണാൻ മറക്കരുത്. അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് എന്താ ചെയ്യേണ്ടത്? 3 ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഓക്കെ, ട്രിപ്പിൾ ക്രോഷ ചെയ്യുമ്പോൾ മറക്കരുത് 2 തവണ യാൺ ഓവർ ചെയ്യണം. 2 തവണ നൂല് ചുറ്റിയെടുക്കണം. എന്നിട്ട് വേണം ഇതേപോലെ. എന്നിട്ട് നമ്മൾ ഓരോ 2 ലൂപ്പിൽ കൂടിയും വലിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ ചെയ്തിട്ട് ലാസ്റ്റിൽ നമ്മളൊരു ചെയിൻ 2 എടുക്കണം. ഓക്കെ, ചെയിൻ 2 എടുത്തിട്ട് നമ്മൾ ആ ഹാർട്ടിൻ്റെ സെൻറ്ററിലേക്ക് ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാർട്ട് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള 5 എണ്ണമോ അല്ല 6 എണ്ണം, നമുക്ക് എത്ര ഹാർട്ട് വേണം എന്നുള്ള അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്ത ഒരു യാൺ വൈറ്റ് കളറിലുള്ള ഒരു യാൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ആ ലൂപ്പിൽ കൂടി വലിച്ചെടുക്കണം. അതിനുശേഷം അതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് സൈഡിൽ കൂടിയുള്ള ആ വൈറ്റ് നൂലും അതേപോലെ പിങ്ക് നൂലും നമുക്ക് വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുക. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു യാൺ അതിനകത്ത് നല്ല ലോക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്നും കൂടെ അതിൻ്റെ നീളം കുറയ്ക്കുക. വൈറ്റ് നൂല് ചെറുതായിട്ടൊന്ന് വലിച്ച് അതിൻ്റെ നീളം കുറയ്ക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്തത് 5 ചെയിനായിരുന്നു. എന്നാൽ ഇനി നമ്മൾ ചെയ്യുമ്പം എപ്പോഴും 6 ചെയിൻ വെച്ച് ചെയ്യണം. ഓക്കെ, 6 ചെയിൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നാലേ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നിന് മുകളിൽ അതായത് ഒരു കറക്റ്റ് സ്പേസിങ് കിട്ടത്തുള്ളൂ. 6 എണ്ണം എടുക്കണം. അതായത് ഒരു ചെയിനിൻ്റെ ഡിഫറൻസ് വരണം 2 ഹാർട്ട് തമ്മിൽ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ 6. ഇനി മുതൽ എല്ലാത്തിൻ്റെയും ഇടയ്ക്ക് 6 ചെയിൻ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഹാർട്ടും ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ പാറ്റേൺ ഒരു ഡിഫറൻസും ഇല്ല, സെയിം പാറ്റേൺ ആണ് നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ
അപ്പോൾ നമ്മൾ ഇനി ഞാൻ ആദ്യത്തെ സ്റ്റിച്ചിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യണം. എവിടെയാണ് നമ്മുടെ ആദ്യത്തേനകത്തുനിന്ന് മൂന്നാമത്തെ ചെയിനിലേക്കാണ് നമ്മൾ ഈ ട്രിപ്പിൾ ക്രോഷേ ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഈ ട്രിപ്പിൾ ക്രോഷേ നമ്മൾ 3 എണ്ണം ചെയ്യുന്നു. പിന്നെ നമ്മുടെ അടുത്ത സ്റ്റിച്ചിൽ എന്താണെന്ന് വെച്ചാൽ 2 സ്റ്റിച്ചുകൾ വരും അടുത്ത സ്റ്റിച്ചിൽ. അതായത് ഒരു ഡബിൾ ക്രോഷയും ഒരു ഹാഫ് ഡബിൾ ക്രോഷയും. ഓക്കെ, അപ്പോൾ അതേപോലെ ഈ പാറ്റേൺ സെയിം നമ്മൾ അങ്ങ് ലാസ്റ്റിൽ വരെ ചെയ്യുക. അതായത് ലാസ്റ്റിലത്തെ സ്റ്റിച്ചിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റിച്ചിൻ്റെ ഹൈറ്റ് കുറഞ്ഞ് വരും, എന്നാലേ നമുക്ക് ആ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് പിക്കോട്ട് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. പിക്കോട്ട് സ്റ്റിച്ച് ഞാൻ പറഞ്ഞു, ചെയിൻ 1 എടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം. അതായത് ഈ ലാസ്റ്റ് 2 സിംഗിൾ ക്രോഷേ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചെയിൻ 1 എടുത്തു. അത് വേണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഹാർട്ട് താഴോട്ടൊന്ന് മറച്ച് വയ്ക്കുക. ഓക്കെ, നമുക്ക് ഇപ്പോൾ ചെയ്യുന്നത് മുകളിലേക്ക് വരുന്ന രീതി. ഇനി ഒരു ചെയിൻ 1 എടുത്തു. ഇനി ചെയിൻ 1ൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ 2 ലൂപ്പ് ഉണ്ടല്ലോ, അതിനകത്തൂടെ വേണം നമ്മൾ ഇനി ആ നൂലൊന്ന് വലിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കതൊന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതായത് ആ ബാക്ക് സൈഡിലുള്ള ലൂപ്പിൽ കൂടി വലിച്ചെടുത്തു. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ആ ഹാർട്ടിൻ്റെ താഴത്തെ എൻഡ് കറക്റ്റായിട്ട് ഷേപ്ഡായിട്ട് കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സെയിം പാറ്റേൺ ഓപ്പോസിറ്റ് ഓർഡറിൽ ആ റൈറ്റ് സൈഡിൽ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. കാരണം ഹൈറ്റിനനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷേക്കാട്ടിലും കുറച്ച് വലിപ്പമുണ്ട് ഡബിൾ ക്രോഷേക്ക്. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് അതിലും വലിപ്പമുള്ള ട്രിപ്പിൾ ക്രോഷേ ചെയ്യണം. അങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ പോകുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഹാർട്ടും നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ 3 ട്രിപ്പിൾ ക്രോഷേ കഴിഞ്ഞിട്ട് ചെയിൻ 2 ചെയ്തിട്ട് വേണം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കണ്ടില്ലേ? അപ്പോൾ 2 ഹാർട്ട് റെഡി ആയി കഴിഞ്ഞു. ഒത്തിരി ഓവർലാപ്പിംഗ് ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് 6 എടുക്കാൻ പറഞ്ഞത്. ഇനി നമ്മൾ അതേപോലെ അടുത്ത നൂലെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ യാൺ കട്ട് ചെയ്യുന്നില്ല. ആദ്യത്തെ ഹാർട്ടിൻ്റെ പിങ്ക് യാൺ അവിടെ തന്നെ കിടപ്പുണ്ട്. അത് നമ്മൾ ബാക്ക് സൈഡിൽ കൂടി വലിച്ചെടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ യാണൊന്നും നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അത് ഉപയോഗിക്കേണ്ട സമയത്ത് നമ്മൾ വലിച്ചെടുക്കുന്നു എന്നേ ഉള്ളൂ. ഇനി ഇതാ ഇത്രയും ഞാനിവിടെ കട്ട് ചെയ്ത് ക്രോഷേ ചെയ്ത് ഇത്രയും ഹാർട്ടാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബാൻഡ് പോലെ ആയി കഴിഞ്ഞു. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹെയർ ബോയിലേക്ക് അറ്റാച്ച് ചെയ്താൽ മതി. ബട്ട് അതിന് മുമ്പ് ഞാനൊരു പേൾ അതിൻ്റെ മുകളിലായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഡെക്കറേഷൻസൊക്കെ പോം അല്ലെങ്കിൽ ചെറിയ ബോസ് ഒക്കെ ഉണ്ടാക്കിയിട്ട്, അതായത് സാറ്റിൻ റിബൺ കൊണ്ടുള്ള ചെറിയ ബോയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ താഴെ കാണിച്ചിരിക്കുന്ന ആ ഹെയർ ബോയിൽ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എക്സ്ട്രാ ഡെക്കറേഷൻസ് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ ഞാനെൻ്റെ പുറയിലൊരു ഫെൽറ്റ് ക്ലോത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഹോട്ട് ഗ്ലൂ വെച്ച് അപ്ലൈ ചെയ്ത് ഇതേപോലെ ഒട്ടിച്ചെടുത്തു. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കി ഇത് മാത്രമല്ല, വോൾ ഹാങ്ങിങ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. See you next time.